ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ ദൈവദിന സന്ദേശവുമായി നിങ്ങളെ സന്ധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ കണ്ണെത്തിച്ച് നോക്കിയാൽ ദിനംതോറും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ ഒരു നേർക്കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. മുമ്പെങ്കും ഇല്ലാത്ത വിധം വിവാഹമോചനവും കുടുംബ പ്രശ്നങ്ങളും കൂട്ടയാത്മഹത്യകളും ഒക്കെ നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ കാരണം ചൂണ്ടിക്കാണിക്കുവാൻ പലർക്കും പല മാർഗങ്ങളുണ്ട്. മരണം നമ്മെ വേർപിരിക്കുന്നതിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന തീരുമാനത്തോടു കൂടി ഇറങ്ങിത്തിരിച്ച പല ദമ്പതികളും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോഴത്തേക്കും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ എത്തി നിന്നുകൊണ്ട് പരസ്പരം വെല്ലുവിളിയും ചീത്തവിളിയുമൊക്കെയായ അവസാനം രണ്ടും രണ്ട് വഴിക്ക് പിരിയുന്ന ദയനീയ കാഴ്ചകൾ നാം ദിനംതോറും കാണുകയാണ്. ഒരു കുടുംബജീവിതം ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇരു കുട്ടിയുടെയും മാതാപിതാക്കൾക്കും സൗരസന്മാർക്കും ഒക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ പരമപ്രധാനമായ ഉത്തരവാദിത്വം ആ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. അവരാണ് അവരുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടത്. ബന്ധങ്ങൾ തകർന്നു പോകാതെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഉത്സാഹിക്കേണ്ടത് അവരാണ്. എന്നാൽ പലപ്പോഴും അവരവരുടെ തെറ്റുകൾ അവരവർ കണ്ടുപിടിക്കുവാൻ ഉത്സാഹിക്കാതെ മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഈഗോ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെയും ഇടപെടുന്നതിൻ്റെയും ഫലമായിട്ട് പലപ്പോഴും ഒരുമിച്ച് പോകേണ്ട ബന്ധങ്ങൾ ഭിന്നിച്ചു മാറുന്നതിൻ്റെ അവസ്ഥകൾ കാണാറുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിലുടനീളം തന്നെ കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊരു വിവാഹ ശുശ്രൂഷയല്ല എന്ന് എനിക്കറിയാമെങ്കിൽ തന്നെയും ഈ നാളുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ ദയനീയ ചിത്രങ്ങളും അനുഭവങ്ങളും ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ തലമുറയിൽ ഏറ്റവും ശ്രദ്ധേയമായും ഗൗരവപൂർവമായും സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ലഭിച്ച തുണയുടെ ഇണയുടെ പ്രവൃത്തികളാൽ നിങ്ങൾ ഒരു പക്ഷേ ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് പൂർണ്ണമായ നിലയിൽ നിറവേറ്റുവാൻ കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുന്നുണ്ട്. വരട്ടെ, ഭാര്യമാരുള്ള ബന്ധത്തിൽ പത്രോസ് ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയായിത്തീരും. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ ജീവിതം വചനാനുസൃതമായിരിക്കണം. ഭർത്താവിനെ ഭയപ്പെടുന്ന അനുസരിക്കുന്ന വ്യക്തിയായിരിക്കണം. വചനാനുസൃതമായ ഒരു ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ പുരുഷങ്ങളുടെ ഭർത്താവ് വചനം അനുസരിക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ വചനാനുസൃതമായ ജീവിതം കണ്ടുകൊണ്ട് അദ്ദേഹം
നിങ്ങളോട് ചേർന്ന് വരുവാൻ ഇടയായിത്തീരും. പ്രിയ സഹോദരിമാരെ, ഏതെങ്കിലും നിലവാരങ്ങളിൽ അനുസരണക്കേടിൻ്റെ ആത്മാവിൽ വ്യാപരിക്കുന്നെങ്കിൽ ഈ സമയം ആ തെറ്റുകളെ മനസ്സിലാക്കുവാൻ, ഏറ്റുപറയുവാൻ, ഉപേക്ഷിപ്പാൻ, ഭയപ്പെട്ട് ജീവിപ്പാൻ നിങ്ങളെ സമർപ്പിക്കേണ്ടത് സഹായിക്കട്ടെ. വചനത്തിന് ചേരാത്ത സംസാരവും പ്രവൃത്തിയും ചിന്തയും ഉള്ളിൽ ഉള്ളതെങ്കിൽ ഈ സമയം അതിന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഉള്ള ബന്ധങ്ങളെ ഉലച്ചു നശിപ്പിച്ചു കളയാനല്ല, മറിച്ച് നിങ്ങൾക്ക് ലഭിച്ച കുടുംബജീവിതം സൂക്ഷ്മതയോടും കൃത്യതയോടും കൈകാര്യം ചെയ്യുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും അതിലൂടെ ഉണ്ടാകുവാൻ നിങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. 1 പത്രോസ് 3:7 പറയുന്നു, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശം ഓർത്തും അവർക്ക് ബഹുമാനം കൊടുത്തി. പലപ്പോഴും പരസ്പരമുള്ള ഈഗോ അന്യോന്യം ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും കഴിയാതെ വെല്ലുവിളിച്ചും ചീത്ത വിളിച്ചൊക്കെ പോകുന്ന അനുഭവം ഉണ്ടാകും. അവരുടെ നിലവാരം മനസ്സിലാക്കി അവരെ സ്നേഹിപ്പാൻ, ബഹുമാനിപ്പാൻ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പോറ്റിപ്പുലർത്തുവാൻ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ദൗത്യം നാം ചെയ്യാതെ പോയിക്കൊണ്ട് അവരെ മേൽ ആധിപത്യം പുലർത്തുവാൻ ചെല്ലുമ്പോൾ ഒരു പക്ഷേ അവരെന്നെ അനുവദിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് നീ നിന്റെ ദൗത്യം ചെയ്തു തീർക്കുന്നെന്ന് ശാന്തമായി ചിന്തിക്കാം. ലഭിക്കുന്ന പണം കൊണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടുന്ന പണം നാനാവിധമാക്കിയിട്ട് വെറുങ്കയോടെ കുടുംബത്തിൽ കിടന്നിൽ നിന്ന് നിന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ അത് നടന്നു വരികയില്ല. ബഹുമാനത്തിന് യോഗ്യമായ നിലകളിൽ ജീവിപ്പാൻ ഭർത്താവ് നിലയ്ക്ക് എന്നെ ദൈവം സഹായിക്കട്ടെ. എന്നോട് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഭാര്യ നിലയിൽ ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് നിലയിൽ ഉത്തരവാദിത്തങ്ങൾക്ക് വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പഴിചാരുന്ന അനുഭവങ്ങളിലെ മാറ്റം വരുത്തിയിട്ട് അവരവരുടെ തെറ്റുകളെ മനസ്സിലാക്കി കുറവുകളെ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് സ്നേഹത്തോടെ വരും കാലങ്ങളിൽ സമാധാനപരമായി ജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കൗൺസിലിങ്ങിനും പ്രാർത്ഥനാ സഹായത്തിനും ആവശ്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ സദാ സന്നദ്ധരാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645 സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.